ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് പോലെ ക്ലറിക്കൽ എബിലിറ്റി എന്ന ചാപ്റ്ററിലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സിലബസിൽ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് മെന്റൽ എബിലിറ്റി ഭാഗത്ത് കാണുന്നതാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ആദ്യമായിട്ട് കാണുന്നതാണ്, ഇതിൽ എന്താണ് പഠിക്കാനുള്ളത്? മക്കളെ, ഇതില് ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ലെവലിലുള്ള ഏതൊരു ചോദ്യവും ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായി അവർക്ക് ചോദിക്കാം. നമുക്ക് കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന, ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. യെസ്, അപ്പം അങ്ങനെ പരീക്ഷയ്ക്ക് വന്ന കുറേ ചോദ്യങ്ങളും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഭൂരിഭാഗം ചോദ്യങ്ങളും പ്രീവിയസ് പരീക്ഷകൾക്ക് വന്ന ചോദ്യങ്ങളാണ്. ബാക്കി കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ചാപ്റ്റർ തീർക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിതിൽ പഠിക്കാനുള്ള ചോദ്യങ്ങൾ ഓരോന്നായിട്ട് തീർക്കാം. ടൈപ്പ് 1, 2, 3 എന്ന് ഞാൻ തിരിച്ചല്ല പഠിപ്പിക്കണേ, കുറെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുവാണ്. അപ്പം ടൈപ്പ് 1, 2, 3 എന്ന് തിരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ടോപ്പിക്കുകൾ അങ്ങനെയല്ലേ പഠിക്കണേ. ഇതിൽ കുറെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണോ നോക്കുക, തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, വൃത്തിയായിട്ട് നോട്ട് എഴുതുക, ഓരോ ചോദ്യങ്ങളും ചെയ്യുന്ന ടെക്നിക്കുകൾ, ഷോർട്ട് കട്ടുകൾ, ലോജിക്കുകൾ മനസ്സിലാക്കുക. എക്സാമിന് വരുമ്പം തകർത്തടിക്കുക. അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് പോവാം. കമോൺ, നമ്മുടെ ആദ്യത്തെ ചോദ്യം പരിചയപ്പെടാം. സീത ഒരു കേക്ക് ആദ്യം നേർ പകുതിയായി മുറിച്ചു. അതിൽ ഒരു പകുതി വീണ്ടും 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളായി മുറിച്ചു. ആകെ 7 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ കേക്കിന് എത്ര തൂക്കമുണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ സീത ഒരു കേക്കിനെ ആദ്യം നേർ പകുതിയായിട്ട് മുറിച്ചു. അതിൽ ഒരു പകുതി എടുത്ത് വീണ്ടും 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളായി മുറിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ അവിടെ 7 കഷ്ണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കേക്കിന് എത്ര തൂക്കമുണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. അപ്പൊ ആദ്യം നിങ്ങൾ ഒരു കൈ നോക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, നമുക്കതൊന്ന് വരച്ചാലോ? സീത ആദ്യം ഒരു കേക്ക് നേർ പകുതിയായി മുറിച്ചു എന്നല്ലേ. ഞാൻ ഒരു കേക്ക് അങ്ങ് വരച്ചു. ഇതാണ് നമ്മുടെ കേക്ക്. സീത ആദ്യം ഈ കേക്കിനെ നേർ പകുതിയായിട്ട് മുറിച്ചു. മക്കളെ, നേർ പകുതിയായിട്ട് മുറിച്ചു. റെഡിയല്ലേ? ആണ്. ഇനി ഇതിൽ ഒരു പകുതി അങ്ങ് മാറ്റി വെച്ചു. ഒരു പകുതി വീണ്ടും എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? ഒരു പകുതി വീണ്ടും 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളായി മുറിച്ചു എന്നാ അല്ലെ. ഒരു പകുതി വീണ്ടും എന്താ പറഞ്ഞേക്കുന്നേ? 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളായി മുറിച്ചു. മക്കളെ, 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളായി മുറിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 20 ഗ്രാം വീതമുള്ള എത്ര ചെറു കഷ്ണങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കുന്നുണ്ടോ? 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എണ്ണമില്ല. എന്നിട്ട് അവസാനം പറയുവാണ് ആകെ 7 കഷ്ണങ്ങളുണ്ട്. മക്കളെ, ഓൾറെഡി ഇതൊരു കഷ്ണമല്ലേ? 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളായി മുറിച്ചു. ആകെ 7 കഷ്ണങ്ങൾ വരണമെങ്കിൽ 20 ഗ്രാം വീതമുള്ള 6 ചെറിയ കഷ്ണങ്ങളായി മുറിക്കണ്ടേ? അങ്ങനെയെങ്കിൽ ഇവിടെ അവരുദ്ദേശിച്ചേക്കുന്നത് 20 ഗ്രാം വീതമുള്ള 6 ചെറു കഷ്ണങ്ങളാക്കി എന്നല്ലേ. ഇത് 1, ഇത് 2 അല്ലെ, ഇത് 3, യെസ്, ഇത് 4, ഇത് 5, 6, അങ്ങനെ 6 ചെറു കഷ്ണങ്ങളാക്കിന്ന എങ്കിലേ ആകെ 7 കഷ്ണങ്ങളാവത്തുള്ളൂ. അപ്പൊ ഈ ചെറിയ കഷ്ണങ്ങൾ ഓരോന്നും എത്ര ഗ്രാമാ? 20 ഗ്രാം വീതമാണെന്നറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡ് മാത്രം 20 × 6 120 ഗ്രാം വരും. ഈ ഒരു പകുതിയും 120 ഗ്രാമാ. അപ്പൊ കേക്കിന് ആകെ വരുന്ന തൂക്കം 240 ഗ്രാം ആണ് എന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടെ പറയട്ടെ. സീത ഒരു കേക്ക് ആദ്യം നേർ പകുതിയായി മുറിച്ചു. ശരി, അതിൽ ഒരു പകുതി മാറ്റി വെച്ചു. ഒരു പകുതി വീണ്ടും 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളാക്കി. 20 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളാക്കിയെന്നേ ഉള്ളൂ, എത്ര എണ്ണം ആക്കിയെന്നില്ല. ലാസ്റ്റ് പറയുവാണ് ആകെ 7 കഷ്ണങ്ങൾ ഉണ്ടെന്ന്. മക്കളെ, ഓൾറെഡി ഒരു കഷ്ണം മുറിച്ചിരിപ്പുണ്ട്.
ആകെ 7 കഷ്ണം വരണമെങ്കിൽ 20 ഗ്രാം വീതമുള്ള 6 കഷ്ണങ്ങളാക്കണം. ഓക്കെ അല്ലേ? 20 ഗ്രാം വീതമുള്ള 6 കഷ്ണങ്ങളാണെങ്കിൽ 20 × 6, ആ ഒരു പകുതിക്ക് 120 ഗ്രാമിന്റെ തൂക്കമുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഉള്ള പകുതിയും 120 ഗ്രാം തന്നെ ആയിരിക്കും. അപ്പൊ കേക്കിന്റെ മുഴുവൻ തൂക്കം 120 + 120 240 ഗ്രാം ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരു പത്രത്തിന്റെ 4-ാം പേജും 9-ാം പേജും 4-ാം പേജും 9-ാം പേജും ഒരു ഷീറ്റിലാണ് എങ്കിൽ ആകെ പേജുകൾ എത്ര? 4-ാം പേജും 9-ാം പേജും ഒരു ഷീറ്റിലാണ് എങ്കിൽ ആകെ പത്രത്തിന്റെ പേജുകൾ എത്ര? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഒരു പത്രത്തിന്റെ 4-ാം പേജും 9-ാം പേജും ഒരു ഷീറ്റിലാണ് എങ്കിൽ ആ പത്രത്തിന് ആകെ എത്ര പേജ് കാണും? ആ പത്രത്തിന് ആകെ എത്ര പേജ് കാണും എന്നതാണ് നമ്മുടെ ചോദ്യം. മക്കളെ, ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ നിവർത്തി പിടിച്ച് വായിക്കുന്ന സാധനം ഇല്ലേ, അതാണ് ഒരു ഷീറ്റ് അല്ലേ? ഈ ഒരു ഷീറ്റിൽ പേജ് നമ്പർ ഇടുമ്പോൾ 4 പേജ് നമ്പർ വരും അല്ലേ? ഒരു ഷീറ്റിൽ നമ്പർ ഇടുമ്പോൾ 4 പേജ് നമ്പർ വരും. ഇങ്ങനെ ഏറ്റവും പുറത്തൊരു ഷീറ്റ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു ഷീറ്റ് വെക്കും, അതിൻ്റെ അകത്തൊരു ഷീറ്റ് വെക്കും. ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണ് അതൊരു പത്രമായിട്ട് മാറുന്നത്. ശരിയല്ലേ? ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു പിടിക്കുന്ന 4 പേജ് വരുന്ന ഭാഗമാണ് ഒരു ഷീറ്റ്. ഇങ്ങനെ ഷീറ്റുകൾ ഇവിടെ വെക്കും, മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണ് അത് പത്രമായിട്ട് മാറുന്നത്. ആണേ? അങ്ങനെയെങ്കിൽ നിങ്ങളിവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടെ. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 4ഉം 9ഉം ഒരു ഷീറ്റിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഷീറ്റ് അങ്ങ് വരയ്ക്കാം. ദേ മക്കളെ, ഞാൻ ഒരു ഷീറ്റ് അങ്ങ് വരച്ചു. ഇതാണ് പത്രത്തിന്റെ ഒരു ഷീറ്റ് എന്ന് വിചാരിക്കുക. 4ഉം 9ഉം ഒരു ഷീറ്റിൽ തന്നെയാണെന്ന് ചോദ്യത്തിലുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം ഈ സൈഡ് 4 ആണെങ്കിൽ ഈ സൈഡ് 9 ആണെന്ന് എടുക്കാം. കാരണം 4ഉം 9ഉം ഒരു ഷീറ്റേ തന്നെയാണ്. അപ്പൊ ഈ സൈഡ് 4 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് 4 ആണെങ്കിൽ റൈറ്റ് സൈഡ് 9 ആയിരിക്കും. എങ്കിലേ 4ഉം 9ഉം ഒരു ഷീറ്റിൽ തന്നെ വരത്തുള്ളൂ. ശരി, ഇനി അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ചോദ്യം കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു പത്രത്തിന്റെ ഏറ്റവും പുറത്തെ ഷീറ്റ് ഞാൻ ഇങ്ങനെ തുറന്ന് വെച്ചേക്കുവാണെന്ന് വിചാരിക്കുക. ഞാനതങ്ങ് വരയ്ക്കാൻ പോവാണ്. ഒരു പത്രത്തിലെ ഏറ്റവും പുറത്തെ ഷീറ്റാണ് ഞാൻ ഈ തുറന്ന് വെച്ചേക്കുന്നത്. ഇതാണ് ഒരു പത്രത്തിലെ ഏറ്റവും പുറത്തെ ഷീറ്റ് എന്ന് വിചാരിക്കുക. ഒരു പത്രത്തിലെ ഏറ്റവും പുറത്തെ ഷീറ്റാണിത്. ഓക്കെ, ഒരു പത്രത്തിന്റെ ഏറ്റവും പുറത്തെ ഷീറ്റാണിത്. എങ്കിൽ പേജ് നമ്പർ, ഏറ്റവും പുറത്തെ ഷീറ്റ് ഞാനിങ്ങനെ തുറന്ന് വെച്ചേക്കുന്ന, ഓക്കെ, ഇത് അകംഭാഗമാണ്. എങ്കിൽ പേജ് നമ്പർ എവിടെയായിരിക്കും? 1. പേജ് നമ്പർ 1 ഇതിന്റെ പുറകിലായിരിക്കും. ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇത് പേജ് നമ്പർ 2 ആണ്. ഉറപ്പല്ലേ? പേജ് നമ്പർ 1 ആ 2ന്റെ പുറകിലാണ്. ഫസ്റ്റ് പേജ് അവിടെയാണ് അല്ലേ? ഞാൻ ഏറ്റവും പുറത്തെ ഷീറ്റ് ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്ന, അപ്പൊ പേജ് നമ്പർ 1 അതിന്റെ പുറകിലാണ്. ഇത് പേജ് നമ്പർ 2 ആണ്. അതായത് ഇത് പേജ് നമ്പർ 2 ആണ്. പേജ് നമ്പർ 3 എവിടെയാ? പേജ് നമ്പർ 3 നിങ്ങൾ പറയും ഇവിടെയാണ്. അല്ല, പേജ് നമ്പർ 3 ഈ ഷീറ്റിൽ വരില്ല. പേജ് നമ്പർ 3 അടുത്ത ഷീറ്റേല. ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഷീറ്റ് വരയ്ക്കുവാണ്. പേജ് നമ്പർ 3 വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ഷീറ്റിലാണ്. ആണോ? യെസ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷീറ്റ്. അതിന്റെ മുകളിൽ വരുന്ന ഷീറ്റ് എന്ന് വിചാരിക്കുക. ഇതിന്റെ പുറകിലാണ് 3 വരുന്നത്. ശരിയല്ലേ മക്കളെ? ഇത് 4ാമത്തെ പേജ് ആയിരിക്കും. ശരിയല്ലേ? ദേ ഈ 2ന്റെ പുറകിലാണ് 1, ഈ 4ന്റെ പുറകിലാണ് 3. ഇനി 5ാമത്തെ പേജ് എവിടെയാ വരുന്നത്? അത് ഈ ഷീറ്റിലല്ല, ഇതിന്റെ മുകളിൽ വരുന്ന ഷീറ്റില. ആണോ? അപ്പൊ നമുക്ക് ആ ഷീറ്റ് അങ്ങ് വരയ്ക്കാം. ദേ ഇതാണ് നമ്മൾ അതിന്റെ മുകളിൽ വരുന്ന ഷീറ്റായിട്ട് വരയ്ക്കുന്നത്. ദേ വരച്ചു. ഇതാണ് അതിന്റെ മുകളിൽ വരുന്ന ഷീറ്റ് എന്ന് വിചാരിക്കുക മക്കളെ. അതിന്റെ പുറകിലാണ് 5. അപ്പൊ ഇത് 6ാമത്തെ പേജാണ്. ഇങ്ങനെയാണ് പത്രത്തിന്റെ ഷീറ്റുകൾ വരുന്നത്. ഇനി ഈ ഷീറ്റുകൾ ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കുമ്പോഴാണ് ഇതൊരു പത്രമായി മാറുന്നത്. അപ്പൊ പേജ് നമ്പർ 1 ഈ 2ന്റെ പുറകിലാണ്, ഫസ്റ്റ് പേജ്. പേജ് നമ്പർ 3 ഈ 4ന്റെ പുറകിലാണ്, അത് അടുത്ത ഷീറ്റല്ല. പേജ് നമ്പർ 5 ഈ 6ന്റെ പുറകിലാണ് അല്ലേ? ആ, അപ്പൊ ഇങ്ങനെ ഷീറ്റുകളുണ്ട്. ഇതിങ്ങനെ മടക്കും പത്രമാവും. സംഗതി ക്ലിയർ ആണല്ലോ? ആ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 4ഉം 9ഉം ഒരേ ഷീറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ
മക്കളെ 4ഉം 9ഉം ഒരേ ഷീറ്റിലാണ് എങ്കിൽ ഇത് 4ഉം ഈ സൈഡ് 9ഉം ആയിരിക്കും എങ്കിലേ അത് രണ്ടും ഒരേ ഷീറ്റിൽ വരത്തുള്ളൂ. 4ഉം 9ഉം ഒരേ ഷീറ്റിലാണെങ്കിൽ ഇത് 4 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 9 ആണെന്നല്ലേ അർത്ഥം? ആണല്ലോ, കാരണം 4ഉം 9ഉം ഒരു ഷീറ്റിലാണെന്ന് ചോദ്യത്തിലുണ്ട്. ഇനി ആ 9ന്റെ പുറകിൽ വരുന്ന ആള് 10 അല്ലേ? കാരണം അങ്ങോട്ട് പോകുമ്പോൾ പേജ് നമ്പർ കൂടുക ചെയ്യുന്നത്. 9ന്റെ പുറകിൽ 8 അല്ല, 9ന്റെ പുറകിൽ 10 ആണ്. 10 കഴിഞ്ഞ് അടുത്തത് ഇത് 11 ആയിരിക്കും. 11ന്റെ പുറകിൽ വരുന്നത് 12 ആയിരിക്കും. ഈ 12ാമത്തെ പേജാണ് ഏറ്റവും ലാസ്റ്റ് പേജ് ആയിട്ട് വരുന്നത്. അപ്പൊ പത്രത്തിന് എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ പത്രത്തിന് 12 പേജ് കാണും. 4ഉം 9ഉം ഒരു ഷീറ്റേലാണെങ്കിൽ ആ ഷീറ്റ് ഉൾക്കൊള്ളുന്ന പത്രത്തിന് ആകെ 12 പേജേ വരത്തുള്ളൂ. സോ ആകെ പേജുകളുടെ എണ്ണം 12 ആണ് എന്ന് മനസ്സിലാക്കിക്കോണം. 4ഉം 9ഉം ഒരു ഷീറ്റിലാണെങ്കിൽ പത്രത്തിന് ആകെ 12 പേജുകളാണുള്ളത്. ക്ലിയർ ആണോ? 4ഉം 9ഉം ഒരു ഷീറ്റിലാണെങ്കിൽ പത്രത്തിന് ആകെ 12 പേജുകളാണുള്ളത്. കേട്ടോ? യെസ്, ഒന്നുകൂടെ പറയാം മക്കളെ. ഞാൻ ആദ്യം വരച്ചേക്കുന്ന ഏറ്റവും പുറത്തെ ഷീറ്റാണ് ഈ മഞ്ഞ കളറിൽ, അത് തുറന്നു വെച്ചേക്കുന്നതാണ്. അതിന് 2 ഇതായിരിക്കും, അതിന്റെ പുറകിലായിരിക്കും 1. 3 വരുന്നത് അടുത്ത ഷീറ്റേലാണ്. ഇത് 4ഉം ഇതിന്റെ പുറകിൽ 3ഉമാണ്. 5 വരുന്ന അടുത്ത ഷീറ്റേലാണ്. ഇത് 6ഉം 5 അതിന്റെ പുറകിലുമാണ്. ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ ആ പത്രമാകുന്നേ. ചോദ്യത്തിലുണ്ട് 4ഉം 9ഉം ഒരു ഷീറ്റേലാണെന്ന്. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 9 ആണെങ്കിൽ ഒരു ഷീറ്റേലാവത്തുള്ളൂ. 9ന്റെ പുറകിൽ 10ഉം ഇത് 11ാമത്തെ പേജും അവസാനത്തെ പേജ് 12ാമത്തെ പേജും ആയിരിക്കും. അപ്പൊ ആ പത്രത്തിന് 12 പേജ് കാണും. ഇതാണ് അതിന്റെ നോർമൽ ലോജിക്ക്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എക്സാമിന് ഈ ചോദ്യം ചോദിക്കുമ്പോഴേ ഇത്രയും കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ വേറൊരു ലോജിക്ക് ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. അതായത് 4ഉം 9ഉം ഒരു ഷീറ്റേലല്ലേ? ആണല്ലോ. അപ്പൊ ഞാൻ ഇതങ്ങ് വരച്ചല്ലോ. 4ാമത്തെ പേജിന് മുൻപ് 3 പേജില്ലേ? 4ാമത്തെ പേജിന് മുൻപ് 3 പേജുണ്ട്. 9 കഴിഞ്ഞും 3 പേജ് കാണണ്ടേ? കാരണം പുറകോട്ട് ഒരേപോലെ വരണ്ടേ? 4ന് മുൻപ് 3 പേജ് ഉണ്ടെങ്കിൽ 9 കഴിഞ്ഞ് 3 പേജ് കാണണം. സോ 9 + 3 12 ആണ് ആകെ പേജുകളുടെ എണ്ണം. ടെക്നിക്ക് മനസ്സിലായോ? 4ന് മുൻപ് 3 പേജ് ഉണ്ടെങ്കിൽ അതേ 3 പേജ് 9 കഴിഞ്ഞും കാണണം. സോ 9 + 3 12 ആണ് ആകെ പേജുകളുടെ എണ്ണം. 4ന് മുൻപ് 3 പേജ് ഉണ്ടെങ്കിൽ അതേ 3 പേജ് 9 കഴിഞ്ഞും കാണണം. 9 + 3 12 ആണ് ആകെ പേജുകളുടെ എണ്ണം. ചെയ്തത് ഓക്കെയാണോ? 4ന് മുൻപ് 3 പേജ് ഉണ്ടെങ്കിൽ അതേ 3 പേജ് 9 കഴിഞ്ഞും കാണണം. 9 + 3 12 ആണ് ആകെ പേജുകളുടെ എണ്ണം. ഇങ്ങനെ ആലോചിക്കും. ഇനി ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു മാർഗം കൂടെ പറഞ്ഞുതരാം. 4ഉം 9ഉം ഒരു ഷീറ്റിലാണെങ്കിൽ ആകെ പേജുകൾ ചോദിച്ചാൽ 4ഉം 9ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി എന്ന് പഠിച്ചു വെച്ചാലും മതി. അതും ഓക്കെയാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് സ്യൂട്ട് ആവും. 4ഉം 9ഉം ഒരേ ഷീറ്റിലാണ്. ആ പത്രത്തിന് ആകെ എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4ഉം 9ഉം കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. അങ്ങനെ പഠിച്ചു വെച്ചാലും ഓക്കെയാണ്. പക്ഷെ അത് നമ്മൾ കാണാതെ പഠിക്കുക. കുറച്ചുകൂടെ നല്ലത് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഈ രീതിക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ 2 പേജും കൂട്ടി 1 കുറച്ചാൽ മതി നിങ്ങൾ പഠിച്ചോ. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ ചോദ്യം മനസ്സിലായെങ്കിൽ ഇതേ മോഡൽ ഒരു ചോദ്യം കൂടെ അങ്ങ് ചെയ്താലോ? ചെയ്യാം. ഒരു പത്രത്തിന്റെ 6ാം പേജും 11ാം പേജും ഒരു ഷീറ്റിലാണ് എങ്കിൽ പത്രത്തിന് ആകെ എത്ര പേജ് കാണും എന്നതാണ് ചോദ്യം. അല്ലേ മക്കളെ? 6ഉം 11ഉം ഒരു ഷീറ്റിലാണെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അപ്പൊ നമ്മൾ വരയ്ക്കുവാണ്. 6ഉം 11ഉം ഒരു ഷീറ്റിലാണ്. ആണോ? അപ്പൊ ഇത് 6ാമത്തെ പേജ്, ഇത് 11ാമത്തെ പേജ്, രണ്ടും ഒരു ഷീറ്റിലാണ്. 6ഉം 11ഉം ഒരു ഷീറ്റിലാണ്. പത്രത്തിന് ആകെ എത്ര പേജ് ഉണ്ടെന്ന് അറിയണം. 6ാമത്തെ പേജിന് മുൻപ് 5 പേജുകൾ കാണും. അതേ 5 പേജുകൾ 11 കഴിഞ്ഞും കാണും. ശരിയല്ലേ? അപ്പൊ 11 + 5 ആകെ പത്രത്തിന് 16 പേജുകൾ കാണും എന്ന് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് 6ഉം 11ഉം ഒരു ഷീറ്റിലാണെങ്കിൽ ആകെ പേജുകളുടെ എണ്ണം കാണാൻ 6ഉം 11ഉം കൂടെ കൂട്ടുക, എന്നിട്ട് 1 കുറയ്ക്കുക. ആൻസർ 16 എന്ന് അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ടെക്നിക്ക് സെറ്റാണ്, ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നതാണ്. A4 സൈസ് പേപ്പർ പകുതി വെച്ച് മടക്കിയാൽ
പരമാവധി എത്ര പ്രാവശ്യം മടക്കാൻ കഴിയും? മക്കളെ, നിങ്ങളൊരു A4 ഷീറ്റ് എടുക്കുക, അത് കറക്റ്റ് നടുക്ക് വെച്ച് മടക്കുക, വീണ്ടും പകുതി വെച്ച് മടക്കുക, വീണ്ടും നടുക്ക് വെച്ച് മടക്കി 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 അങ്ങനെ മടക്കിക്കൊണ്ടിരുന്നാൽ പരമാവധി നിങ്ങൾക്ക് എത്ര തവണ മടക്കാൻ കഴിയും എന്നതാണ് ചോദ്യം. പരമാവധി നിങ്ങൾക്ക് 7 പ്രാവശ്യമേ മടക്കാൻ കഴിയൂ. അതൊന്ന് കാണാതെ പഠിച്ചോണം, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു A4 പേപ്പർ നിങ്ങൾ സെൻറ്റർ വെച്ച് മടക്കി 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 മുന്നോട്ട് പോയാൽ പരമാവധി എത്ര തവണ മടക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ പരമാവധി നിങ്ങൾക്ക് 7 പ്രാവശ്യമാണ് അത് മടക്കാൻ കഴിയുന്നത്. റെഡിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ഒരു കുട്ടയിൽ പൂക്കൾ ഇടുമ്പോൾ ഓരോ മിനിറ്റിലും ഇരട്ടിയാകും. അതായത് ഒരു കൊട്ടയിലെ പൂക്കൾ ഓരോ മിനിറ്റിലും ഇരട്ടിയായിക്കൊണ്ടിരിക്കും. 8 മിനിറ്റ് കൊണ്ട് കുട്ട നിറയെ പൂക്കളായി എങ്കിൽ കുട്ടയുടെ പകുതി ഭാഗം പൂക്കളാവാൻ എത്ര സമയം വേണം? 8 മിനിറ്റ് കൊണ്ട് കൊട്ട നിറയെ പൂക്കളായി. അപ്പൊ കൊട്ടയുടെ പകുതി ഭാഗം പൂക്കളാവാൻ എത്ര സമയം വേണം? നമ്മൾ ചാടിക്കയറി 4 എഴുതും. മക്കളെ, എന്താ ഈ കുട്ടയിലെ പൂക്കളുടെ പ്രത്യേകത? ഓരോ മിനിറ്റിലും ഇരട്ടിയാകും. ഇപ്പം 5 എണ്ണം ഉണ്ടെങ്കിൽ 10 ആകും, അല്ലെ? 10 ഉണ്ടെങ്കിൽ 20 ആകും. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഇരട്ടിയായിക്കൊണ്ടിരിക്കും. 8 മിനിറ്റ് കൊണ്ട് കുട്ട നിറയെയായി. അങ്ങനെയെങ്കിൽ മക്കളെ 7 മിനിറ്റ് കൊണ്ട് കുട്ട പകുതിയാവണ്ടേ? 7 മിനിറ്റ് കൊണ്ട് പകുതി ആയാലല്ലേ 8ാമത്തെ മിനിറ്റ് ആവുമ്പോൾ ഇരട്ടി കുട്ട നിറയെ ആവത്തുള്ളൂ. അപ്പൊ 8 മിനിറ്റ് കൊണ്ട് കുട്ട നിറയെ പൂക്കളായാൽ കുട്ടയുടെ പകുതി ഭാഗം പൂക്കളാവാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും മക്കളെ, 7 മിനിറ്റ്. 8 മിനിറ്റ് കൊണ്ട് കുട്ട നിറയെയാകും. അപ്പൊ കുട്ടയുടെ പകുതി ഭാഗം ആകാൻ 7 മിനിറ്റ് വേണം എന്ന് മനസ്സിലാക്കുക. നിറയെ ആവാൻ 8 മിനിറ്റ്, അല്ലെ? അപ്പം ഒന്ന് കുറച്ച് പറഞ്ഞാൽ മതി. ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് കുട്ട നിറയായി, പകുതി ഭാഗമാവാൻ 9 മിനിറ്റ്, 1/4 ഭാഗമാകാൻ 8 മിനിറ്റ്, അങ്ങനെ പുറകോട്ട് എടുത്താൽ മതി. കാരണം ഓരോ മിനിറ്റിലും ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്ന കുട്ടയാണ്, ആ കുട്ടയിലെ പൂക്കളാണ്. ഓരോ മിനിറ്റിലും ഇരട്ടിയാവും. 8 മിനിറ്റ് കൊണ്ട് നിറയായെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് പകുതിയായി കാണും. എങ്കിലേ അടുത്ത മിനിറ്റിൽ അത് ഇരട്ടിയായി നിറയാവത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ പകുതി ഭാഗം നിറയാൻ 7 മിനിറ്റ്. ഇനി 1/4 ഭാഗം നിറയാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 6 മിനിറ്റാ. 6 മിനിറ്റ് കൊണ്ട് 4 ആയാൽ 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പകുതിയാകും. 8 മിനിറ്റ് ആകുമ്പോൾ മുഴുവനാകും. കണ്ട? ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ചോദ്യം പകുതി നിറയാൻ എത്ര സമയം വേണമെന്ന് വെച്ചാൽ 7 മിനിറ്റ്, 1/4 ഭാഗം, 1/4 ഭാഗം നിറയാൻ എത്ര സമയം വേണമെന്ന് വെച്ചാൽ 6 മിനിറ്റ്. കേട്ടോ, ശ്രദ്ധിച്ചോണം, നല്ല ചോദ്യമാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8:30 15 മിനിറ്റ് മുമ്പാണ് മനു സമ്മേളന സ്ഥലത്തെത്തിയത്. 40 മിനിറ്റ് താമസിച്ച് വന്ന അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ് മനു എത്തിയത്. എങ്കിൽ സമ്മേളനത്തിന്റെ സമയം എത്രയായിരുന്നു? ഇത്തരം ചോദ്യങ്ങളൊക്കെ ക്ലറിക്കൽ ലെവലിൽ വരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. 8:30 15 മിനിറ്റ് മുൻപാണ് മനു സമ്മേളന സ്ഥലത്തെത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 8:30 15 മിനിറ്റ് മുൻപാണ് എത്തിയത് എന്ന് പറഞ്ഞാൽ മനു എത്തിയ സമയം എപ്പോഴാ? 8:15 അല്ലേ? ഓക്കെ ആണോ മക്കളെ? 8:30 15 മിനിറ്റ് നേരത്തെ എത്തി. 8:30 15 മിനിറ്റ് നേരത്തെ എത്തിയെങ്കിൽ 8:15 മനു എത്തി എന്ന അർത്ഥം. ശരിയാണല്ലോ? 8:30 15 മിനിറ്റ് നേരത്തെ മനു എത്തി എന്ന് പറഞ്ഞാൽ മനു എത്തിയത് 8:15. ശരി, ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. 40 മിനിറ്റ് താമസിച്ച് സമ്മേളനത്തിന് വന്ന അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ് മനു എത്തിയത്. അപ്പം 8:15 മനു എത്തിയത്. ഇത് അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ്. അഭിലാഷ് 40 മിനിറ്റ് താമസിച്ചാണ് സമ്മേളനത്തിന് വന്നത്. അത് തൽക്കാലം വിട്ടേക്കുക. ഈ അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ് മനു എത്തിയത്. 8:15 മനു എത്തിയത്, അല്ലെ? ഇത് അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ, അഭിലാഷ് വന്നത് 8:15 കഴിഞ്ഞ് ഒരു 30 മിനിറ്റും കൂടെ ആയപ്പോഴല്ലേ? അതായത് അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ് മനു വന്നത്. മനു 8:15. ഇത് അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാ. അപ്പൊ 8:15 കഴിഞ്ഞ് 30 മിനിറ്റ് ആയപ്പോൾ അഭിലാഷ് വന്നത്. അഭിലാഷ് 8:45 എത്തിയത്. ഈ അഭിലാഷ്
40 മിനിറ്റ് താമസിച്ചാണ് സമ്മേളനത്തെത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമ്മേളനത്തിന്റെ സമയം തുടങ്ങിയത് 8:45 40 മിനിറ്റ് മുൻപായിരുന്നു. അതായത് 8:05 മക്കളെ സമ്മേളനം തുടങ്ങിയത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒന്നുകൂടെ, ഇതൊക്കെ നമ്മുടെ ക്ലറിക്കൽ ശേഷി, അതായത് പ്രത്യേകിച്ച് ഒരു ചാപ്റ്റർ ഒന്നും പഠിക്കേണ്ട, നമ്മുടെ കോമൺ സെൻസ് വെച്ച് ലോജിക്ക് വെച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 8:30 15 മിനിറ്റ് ആണ് മനു വന്നത്. ഓക്കെ, അപ്പൊ 8:15 മനു വന്നത്, അതിൽ ആർക്കും സംശയമില്ല. 40 മിനിറ്റ് താമസിച്ചാണ് അഭിലാഷ് സമ്മേളനത്തിന് വന്നത്, അത് വിട്ടേക്കുക. ഇങ്ങനെ വന്ന അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ് മനു എത്തിയത്. അഭിലാഷിനേക്കാൾ 30 മിനിറ്റ് നേരത്തെയാണ് മനു എത്തിയെങ്കിൽ മനു എത്തിക്കഴിഞ്ഞ് 30 മിനിറ്റ് കഴിഞ്ഞാണ് അഭിലാഷ് എത്തിയതെന്നല്ലേ അർത്ഥം. അപ്പൊ അഭിലാഷ് വന്ന സമയം കാണാൻ 8:15 വന്ന മനുവിന്റെ കൂടെ 30 മിനിറ്റ് കൂട്ടണം. അപ്പൊ അഭിലാഷ് വന്നത് 8:45. 8:45 വന്ന അഭിലാഷ് 40 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പൊ 8:05 സമ്മേളനം തുടങ്ങിയത്. അതുകൊണ്ടാണ് 8:45 വന്നപ്പോൾ 40 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അപ്പൊ സമ്മേളനം തുടങ്ങിയ സമയം 8:05. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. 5 ആളുകളെ ഒരു വരിയിൽ എത്ര രീതിയിൽ അണിനിരത്താം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് നിർത്താം എന്നതാണ് ചോദ്യം. ഓക്കെ, 5 ആളുകളെ ഒരു വരിയിൽ എത്ര വിധത്തിൽ അണിനിരത്താം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് നിർത്താം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ മക്കളെ? 5 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഒരാള് എ, ഒരാള് ബി, ഒരാള് സി, ഒരാള് ഡി, ഒരാള് ഇ, ഇങ്ങനെ 5 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഇവരെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തിയാൽ ഇതൊരു അറേഞ്ച്മെന്റാ, ഇത് ഒരു അറേഞ്ച്മെന്റാ അല്ലേ? അതായത് വരിയിൽ അല്ലെങ്കിൽ നിരയിൽ നിന്ന, വരി എന്ന് പറഞ്ഞ ഇതാണ് അല്ലെ. ഈ വരിയിൽ എത്ര വിധത്തിൽ അറേഞ്ച് ചെയ്ത് നിർത്താം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കാണിച്ചു വെക്കുന്നത് ഒരു അറേഞ്ച്മെന്റ്. ഈ അറേഞ്ച്മെന്റിൽ ആദ്യം എ ഇരിക്കുന്നു, പിന്നെ ബി, പിന്നെ സി, പിന്നെ ഡി, പിന്നെ ഇ. ഓക്കെ, ഇനി മറ്റൊരു അറേഞ്ച്മെന്റ് കാണിക്കാൻ നല്ല എളുപ്പമാണ്. ഒരാളുടെ പൊസിഷൻ മാത്രം മാറ്റിയാലും മതി. ബി എ ആയി, സി ഡി ഇ. ഇത് വേറൊരു അറേഞ്ച്മെന്റാ ആണോ? ഇനി വേറൊരു അറേഞ്ച്മെന്റ് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അറേഞ്ച്മെന്റ്. സീനെ ആദ്യം കൊണ്ടുവന്നു, ബി അങ്ങനെ, എ അങ്ങോട്ട് കൊണ്ടുപോയി, ഡി അല്ലെ. ഇതൊക്കെ ഓരോ അറേഞ്ച്മെന്റാ. ഇങ്ങനെ ഓരോ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്യാം. 2 പേരെ വീതം മാറ്റി അറേഞ്ച് ചെയ്യാം. 3 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്യാം. 4 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവരെ എത്ര വിധത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായി അറേഞ്ച് ചെയ്തിരുത്താം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി നോക്കി വരച്ചു നോക്കി കണ്ടുപിടിക്കുക പോസിബിൾ അല്ല, സമയം പോകും അല്ലെ. അപ്പൊ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെക്കുക. n ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ n ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് നിർത്താം. ഒന്നുകൂടെ പറയാം. n ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ n ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് നിർത്താം. ഓക്കെ ആണല്ലോ. n ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ n ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം. അപ്പൊ ഇവിടെ 5 ആളുകളെ ഒരു വരിയിൽ എത്ര വിധത്തിൽ അണിനിരത്താം എന്ന് ചോദിച്ചാൽ ഉത്തരം 5ന്റെ ഫാക്ടോറിയൽ ആയിരിക്കും മക്കളെ. ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ ആ സംഖ്യ വരെ ഗുണിക്കുക എന്ന അർത്ഥം. അപ്പൊ 5ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 എന്നതാണ് ആൻസർ. 5ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. 5 ആളുകളെ എത്ര വിധത്തിൽ അണിനിരത്താം എന്ന് ചോദിച്ചാൽ 120 വിധത്തിൽ അവരെ അണിനിരത്താം, അറേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ നോട്ട് ചെയ്തേണ്ടത് എന്താ? n ആളുകളെ ഒരു വരിയിൽ n ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം, അറേഞ്ച് ചെയ്ത് നിർത്താം. വരി നിരയാണ് കേട്ടോ. ഓക്കെ, n ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ n ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ ആ സംഖ്യ വരെ ഗുണിക്കുന്നതിനെയാണ് അതിന്റെ ഫാക്ടോറിയൽ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 5 ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര വിധത്തിൽ അണിനിരത്താന്ന. ഇവിടെ മക്കളെ ലീനിയർ അറേഞ്ച്മെന്റ് അല്ല, പകരം സർക്കുലാർ അറേഞ്ച്മെന്റാ. ഇവരെ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര വിധത്തിൽ അണിനിരത്താന്ന. അപ്പൊ 5 ആളുകളാണ് ഇവിടെ ഉള്ളത് അല്ലെ. നമ്മൾ എയും ബിയും സിയും ഒക്കെ ആണെങ്കിൽ ദേ എ ഉണ്ട്,
ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇതൊരു അറേഞ്ച്മെന്റാണ്. ഇങ്ങനെ ഈ 5 ആളുകളെ വ്യത്യസ്തമായി എത്ര രീതിയിൽ ഒരു മേശയ്ക്ക് ചുറ്റും അറേഞ്ച് ചെയ്തിരുത്താം എന്നതാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ n-1 ഫാക്ടോറിയൽ എന്നതാണ്. അപ്പൊ അതിന്റെ നോട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ. n ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും n-1 ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം. n ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും n-1 ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം. അപ്പൊ ഇവിടെ 5 ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര വിധത്തിൽ അണിനിരത്താം എന്ന് ചോദിച്ചാൽ 4ന്റെ ഫാക്ടോറിയൽ ആണ് ഉത്തരം. 1 × 2 × 3 × 4, അതായത് 24 ആണ് മക്കളെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 24. അപ്പം ഒന്ന് ലീനിയർ അറേഞ്ച്മെന്റും 2 സർക്കുലാറുമാണ്. n ആളുകളെ ഒരു വരിയിൽ നിരയിലാണെങ്കിൽ n ഫാക്ടോറിയൽ വിധത്തിൽ, n ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റുമാണെങ്കിൽ n-1 ഫാക്ടോറിയൽ വിധത്തിൽ അണിനിരത്താം കേട്ടോ, ഓർത്തിരുന്നോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പേപ്പർ ഷീറ്റ് 10 കഷ്ണങ്ങളായി മുറിച്ചു. അതിലൊരു കഷ്ണം എടുത്ത് വീണ്ടും 10 കഷ്ണങ്ങളാക്കുന്നു. വീണ്ടും അതിലൊന്നെടുത്ത് 10 കഷ്ണങ്ങളാക്കുന്നു. വീണ്ടും അതിലൊന്നെടുത്ത് 10 കഷ്ണങ്ങളാക്കിയാൽ ആകെ എത്ര പേപ്പർ കഷ്ണങ്ങൾ ഉണ്ടാകും? അല്ലേ? ചോദ്യം വ്യക്തമല്ലേ? അപ്പൊ ഒരു പേപ്പർ എടുത്ത് ആദ്യം 10 കഷ്ണങ്ങളാക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത് മക്കളെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കഷ്ണങ്ങളാക്കുന്നു. എന്നിട്ട് ഇതിലെ ഒരു കഷ്ണം ഇങ്ങോട്ട് എടുക്കുന്നു. ഇതിനെ വീണ്ടും 10 കഷ്ണങ്ങളാക്കുന്നു എന്നല്ലേ. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കഷ്ണങ്ങളാക്കി. ശരിയല്ലേ? ഓക്കെ. ഇനി വീണ്ടും അതിലെ ഒരു കഷ്ണങ്ങൾ എടുത്ത് വീണ്ടും 10 കഷ്ണങ്ങളാക്കുന്നു എന്നല്ലേ. ഓക്കെ, നമുക്ക് ഇവനെ ഇങ്ങനെ കുറച്ചിങ്ങ് മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഇതിലെ ഒരു കഷ്ണം വീണ്ടും എടുക്കുന്നു, അതിനെ 10 കഷ്ണങ്ങളാക്കും. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി വീണ്ടും അതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുന്നു, അതിനെ 10 കഷ്ണങ്ങളാക്കും. അങ്ങനെയാ പറഞ്ഞേക്കുന്നത്, ആണോ? സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആകെ എത്ര കഷ്ണങ്ങൾ എന്നല്ലേ മക്കളെ? ഇവിടെ ഒരു 9 കഷ്ണങ്ങളില്ലേ? ഇവിടെ ഒരു 9 കഷ്ണമുണ്ട്, ആണോ? ഈ ഒരു കഷ്ണത്തെയാണ് 10 കഷ്ണങ്ങളാക്കിയത്, അപ്പൊ അതിനിയില്ല. ഇവിടെ വീണ്ടും ഒരു 9 കഷ്ണമുണ്ട്, ശരിയാണോ? 9 കഷ്ണം. ഈ ഒരു കഷ്ണത്തെയാണ് 10 കഷ്ണങ്ങളാക്കിയത്, അപ്പൊ ഇതില്ല. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു 9 കഷ്ണങ്ങളുണ്ട്, ശരിയാണോ? ആണ്. ഈ ഒരു കഷ്ണത്തെയാണ് 10 കഷ്ണങ്ങളാക്കിയത്, അപ്പൊ ഇതില്ല അല്ലേ. ഇവിടെ വീണ്ടും ഒരു 10 കഷ്ണങ്ങളും കൂടെ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ആകെ എത്ര കഷ്ണങ്ങളെന്ന് ചോദിച്ചാൽ 9 + 9 + 9 + 10 ആണോ? 9 + 9 18 + 9 27 + 10 37 കഷ്ണങ്ങളാണ് ആകെ വരുന്നത്. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 37. ഇതിങ്ങനെ വരയ്ക്കണം എന്നൊന്നുമില്ല, വെറുതെ കോമൺ സെൻസ് വെച്ച് ചെയ്യാം. ഞാൻ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഒന്ന് വരച്ചു എന്ന് മാത്രം കേട്ടോ. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുപ്പിയിൽ പകുതി വെള്ളമുള്ളപ്പോൾ അതിന്റെ തൂക്കം 160 ഗ്രാം. കുപ്പി നിറയെ വെള്ളമുള്ളപ്പോൾ തൂക്കം 200 ഗ്രാം. എങ്കിൽ കുപ്പിയുടെ മാത്രം തൂക്കം എത്ര? യെസ്, ചോദ്യം ഒരു കുപ്പിയില് പകുതി വെള്ളമുള്ളപ്പോൾ തൂക്കം 160 ഗ്രാം ആണ്. കുപ്പി നിറയെ വെള്ളമുള്ളപ്പോൾ തൂക്കം 200 ഗ്രാം ആണ്. എങ്കിൽ കുപ്പിയുടെ മാത്രം തൂക്കം. മക്കളെ, ഒരു കുപ്പി, ഈ കുപ്പിയില് പകുതി വെള്ളമുള്ളപ്പോൾ, അതായത് ഇതാണ് പകുതി വെള്ളം അല്ലെ. ഈ കുപ്പിയില് പകുതി വെള്ളമുള്ളപ്പോൾ അതിന്റെ തൂക്കം 160 ഗ്രാമിന്റെ തൂക്കമുണ്ട്. ഒരു കുപ്പിയിൽ പകുതി വെള്ളമുള്ളപ്പോൾ 160 ഗ്രാമിന്റെ തൂക്കമുണ്ട്. ഓക്കെ, അപ്പൊ ഈ 160 ഗ്രാം തൂക്കം എന്തിന്റെയൊക്കെ തൂക്കമാ? കുപ്പിയുടെ തൂക്കവും പകുതി വെള്ളത്തിന്റെ തൂക്കവും. ഒരു കുപ്പിയിൽ പകുതി വെള്ളമുള്ളപ്പോൾ 160 ഗ്രാം തൂക്കമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കുപ്പിയുടെ തൂക്കം പ്ലസ് പകുതി വെള്ളത്തിന്റെ തൂക്കമാണ്. രണ്ടും കൂടെയാണ് 160, സെപ്പറേറ്റ് അറിയില്ല. ഇനി പറയുവാണ്, ഇതേ കുപ്പിയിൽ
യെസ്, ഇതേ കുപ്പിയിൽ നിറയെ വെള്ളമുള്ളപ്പോൾ ആണോ? ആദ്യം ഈ കുപ്പിയിൽ പകുതിയെ വെള്ളമുള്ളായിരുന്നു, അപ്പോഴാണ് 160 ഗ്രാം. ഈ കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിച്ചു, ഈ കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിച്ചു, അപ്പോൾ തൂക്കം 200 ഗ്രാം ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കുപ്പിയുടെ തൂക്കം കണ്ടുപിടിക്കണം. നിങ്ങൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. 40 ഗ്രാമിന്റെ തൂക്കവർദ്ധനവാണ് ഇവിടെ ഉണ്ടായത് അല്ലേ? 40 ഗ്രാമിന്റെ തൂക്കം കൂടാൻ കാരണം പകുതി ഭാഗത്ത് വെള്ളം ഒഴിച്ച് നിറച്ചത് കൊണ്ടാണ് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ആ പകുതി വെള്ളത്തിന് 40 ഗ്രാമിന്റെ തൂക്കം ഉണ്ടായിരുന്നു എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇവിടെ കിടക്കുന്നതും പകുതി വെള്ളമാ, അതും 40 ഗ്രാം ആകണ്ടേ? അങ്ങനെയാണെങ്കിൽ വെള്ളം മാത്രം 80 ഗ്രാം ആകില്ലേ? കുപ്പി വെള്ളവും കൂടി 200, വെള്ളം മാത്രം 80. അപ്പൊ ബാക്കിയുള്ള 120 ഗ്രാം അല്ലേ നമ്മുടെ കുപ്പിയുടെ തൂക്കമായിട്ട് എടുക്കേണ്ടത്? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി എന്നല്ലേ വരുന്നത്, 120 ഗ്രാം. ഞാൻ ചെയ്തത് മനസ്സിലായോ? ഒന്നുകൂടെ പറയട്ടെ. കുപ്പിയിൽ പകുതി വെള്ളമുള്ളപ്പോൾ തൂക്കം എത്രയാ? 160 ഗ്രാം. അതേ കുപ്പിയിൽ നിറയെ വെള്ളമുള്ളപ്പോൾ തൂക്കം എത്രയാ? 200 ഗ്രാം. കുപ്പിയിൽ പകുതി വെള്ളമുള്ളപ്പം 160 ഗ്രാം തൂക്കം, കുപ്പിയിൽ നിറയെ വെള്ളമുള്ളപ്പം 200 ഗ്രാം തൂക്കം. അപ്പം ആകെ വ്യത്യാസം ഇവിടെ പകുതിയെ വെള്ളമുള്ളൂ, ഇവിടെ നിറയെ വെള്ളമുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ ആകെ ഒരു ചേഞ്ച് അതാ. ഈ നിറയെ വെള്ളം ഒഴിച്ചപ്പം 40 ഗ്രാം വെള്ളം കൂടി, 40 ഗ്രാം തൂക്കം കൂടി അല്ലേ? 40 ഗ്രാം ഇവിടെ 160 തൂക്കമുള്ളൂ, ഇവിടെ 200 ഗ്രാം തൂക്കമുണ്ട്. 40 ഗ്രാമിന്റെ തൂക്കവർദ്ധനം ഉണ്ടായിട്ടുണ്ട്. ആകെ പകുതി ഭാഗം വെള്ളം ഒഴിച്ച് നിറച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പകുതി ഭാഗം കൂടെ വെള്ളം ഒഴിച്ച് നിറച്ചപ്പോൾ 40 ഗ്രാം തൂക്കം കൂടിയെങ്കിൽ ആ പകുതി വെള്ളത്തിന് 40 ഗ്രാമിന്റെ തൂക്കമുണ്ട് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഒരു പകുതി ഭാഗം വെള്ളം കിടപ്പുണ്ട്, അതും 40 ഗ്രാം തന്നെ ആവണം. ഇപ്പൊ വെള്ളം മാത്രം 80 ഗ്രാമാ, കുപ്പി വെള്ളവും കൂടി 200, അത് ഈ വെള്ളം മാത്രം 80. അപ്പൊ ബാക്കിയുള്ള 120 ഗ്രാമാണ് കുപ്പിയുടെ തൂക്കം. കുപ്പിയും വെള്ളവും കൂടെ 200 ഗ്രാം, വെള്ളം മാത്രം 80 ഗ്രാം. അപ്പൊ ബാക്കിയുള്ള 120 ഗ്രാമാണ് കുപ്പിയുടെ തൂക്കം. ക്ലിയർ അല്ലേ? പകുതി വെള്ളം ഉള്ളപ്പോൾ 160 ഗ്രാം, മുഴുവൻ വെള്ളം ഉള്ളപ്പോൾ 200 ഗ്രാം, 40 ഗ്രാം തൂക്കം കൂടി പകുതിയും കൂടെ വെള്ളം ഒഴിച്ച് നിറച്ചപ്പം. അപ്പൊ പകുതി വെള്ളത്തിന് 40 ഗ്രാം തൂക്കം ഉണ്ടെന്ന് അർത്ഥം. പകുതി വെള്ളത്തിന് 40 ഗ്രാം തൂക്കം ഉണ്ടെങ്കിൽ ഓൾറെഡി കിടക്കുന്ന പകുതി 40, അപ്പൊ വെള്ളം മാത്രം 80, കുപ്പി വെള്ളവും കൂടി 200. അപ്പൊ ബാക്കി 120 ഗ്രാമാണ് കുപ്പിയുടെ തൂക്കം. മുന്നോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു നദിക്ക് പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. നദിയിലൂടെ ഒഴുകുന്ന ഒരു വസ്തു നിങ്ങളുടെ ഇടത്ത് നിന്നും വലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത് എങ്കിൽ, നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത് എങ്കിൽ നിങ്ങൾ ഏത് ദിക്കിലേക്കാണ് നോക്കുന്നത്? നിങ്ങൾ ഒരു നദിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. നദിയിലൂടെ ഒഴുകുന്ന വസ്തു നിങ്ങളുടെ ഇടത്ത് നിന്നും വലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത് എങ്കിൽ നിങ്ങൾ ഏത് ദിക്കിലേക്കാണ് നോക്കുന്നത്? മക്കളെ, ആദ്യം നദിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ? നിങ്ങൾ ഒരു നദിക്ക് പുറം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നദി വരയ്ക്കാം. ഇതാണ് നദി. യെസ്, നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇതാണ് പടിഞ്ഞാറ് വശം അല്ലേ? ഇതാണ് കിഴക്ക് വശം. അപ്പൊ നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുവാണ്. ഇതാണ് നദി ഒഴുകുന്ന ദിശ. കേട്ടല്ലോ? നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്നു. നിങ്ങൾ ഈ നദിക്ക് പുറം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഒഴുകുന്ന നദിക്ക് പുറം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കി നിൽക്കാം, അതായത് വടക്കോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി നിൽക്കാം, അതായത് തെക്കോട്ട്. ഇങ്ങനെ രണ്ട് രീതിയിലേ നിങ്ങൾക്ക് പുറം തിരിഞ്ഞ് നിൽക്കാൻ പറ്റുള്ളൂ, ഒന്നെങ്കിൽ വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്നു. നിങ്ങൾ ഈ നദിക്ക് പുറം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വടക്കോട്ട് നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ തെക്കോട്ട് നോക്കി നിൽക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ആണ്, ഒന്നെങ്കിൽ വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് നദിക്ക് പുറം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നദിയിലൂടെ ഒഴുകിപ്പോകുന്ന വസ്തു. മക്കളെ, നദിയിലൂടെ ഒഴുകിപ്പോകുന്ന വസ്തു നദി ഒഴുകുന്ന ഡയറക്ഷനിലേ ഒഴുകത്തുള്ളൂ അല്ലെ? അയാളുടെ ഇടത്ത് നിന്നും വലത്തേക്ക് പോകുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
നമുക്കറിയാം വടക്കോട്ട് നോക്കി നിൽക്കുന്നയാളുടെ ഇടതുവശം ഇത്, വലതുവശം ഇത്. നദിയിലൂടെ ഒഴുകുന്ന വസ്തു ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അയാൾ വടക്കോട്ട് നോക്കി നിന്നാലേ അത് പറ്റത്തുള്ളൂ, അല്ലെ? വടക്കോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് നദിയിലൂടെ ഒഴുകുന്ന വസ്തു ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ അയാൾ നോക്കി നിൽക്കുന്ന ദിശ ഏതാണ്? വടക്കാണ്. വടക്കോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ ഒരു നദിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. നദിയിലൂടെ ഒഴുകുന്ന വസ്തു നിങ്ങളുടെ ഇടത്ത് നിന്നും വലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നദി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നതെങ്കിൽ നിങ്ങൾ ഏത് ദിക്കിലേക്കാണ് നോക്കുന്നത്? ആദ്യം നമ്മൾ നദി വരച്ചു. നദി പടിഞ്ഞാറിതാ, കിഴക്കിതാ, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകുന്നു. ഓക്കെ, ഈ നദിക്ക് പുറം തിരിഞ്ഞ് നിൽക്കാൻ രണ്ട് രീതിയിലേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഇങ്ങോട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നിൽക്കാം. വടക്കോട്ട് നോക്കി നിൽക്കാം, അല്ലെങ്കിൽ തെക്കോട്ട് നോക്കി നിൽക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലേ പുറം തിരിഞ്ഞ് നിൽക്കാൻ പറ്റുള്ളൂ. വടക്കോട്ടാണ് അയാൾ നോക്കി നിൽക്കുന്നതെങ്കിൽ ഇത് അയാളുടെ ലെഫ്റ്റ് സൈഡും ഇത് അയാളുടെ റൈറ്റ് സൈഡും ആയിരിക്കും. വടക്കോട്ട് നോക്കിയാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ ഇത് അയാളുടെ ലെഫ്റ്റ് സൈഡും ഇത് അയാളുടെ റൈറ്റ് സൈഡും ആയിരിക്കും, അല്ലേ? ഇനി വടക്കോട്ട് നോക്കി നിന്നാലേ നദിയിലൂടെ ഒഴുകി പോകുന്ന വസ്തു അയാളുടെ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. നദിയിലൂടെ ഒഴുകുന്ന വസ്തു ഇടത്തു നിന്നും വലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ വടക്കോട്ടാണ് നോക്കി നിന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പോയ വസ്തു ഇടത്തു നിന്ന് വലത്തേക്കായിട്ട് അയാൾക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ വടക്ക് എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 5 സിഗരറ്റ് കുറ്റികൾ കിട്ടിയാൽ ഒരു സിഗരറ്റ് ആക്കി വലിക്കുന്ന ഒരാൾക്ക് 125 സിഗരറ്റ് കുറ്റികൾ കിട്ടിയാൽ എത്ര സിഗരറ്റ് വലിക്കാം? യെസ്, 5 സിഗരറ്റിന്റെ കുറ്റികൾ. കുറ്റി എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിച്ചിട്ട് ബാക്കി വരുന്നത്. അങ്ങനെ 5 സിഗരറ്റ് കുറ്റി കിട്ടിയാൽ ഇയാൾ അതിനെ ഒരു സിഗരറ്റ് ആക്കി മാറ്റും, എന്നിട്ട് വലിക്കും. അങ്ങനെ സൈക്കോ സ്വഭാവമുള്ള ഒരാളാണ്. ഇയാൾക്ക് ആകെ 125 സിഗരറ്റ് കുറ്റികൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇയാൾക്ക് എത്ര സിഗരറ്റ് വലിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ 5 സിഗരറ്റ് കുറ്റി കിട്ടിയാൽ ഒരു സിഗരറ്റ് ആക്കി വലിക്കുന്ന ഒരാൾക്ക് 125 സിഗരറ്റിന്റെ കുറ്റികൾ കിട്ടിയാൽ ആകെ എത്ര സിഗരറ്റ് വലിക്കാം? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ? ആണ്. അപ്പൊ 5 സിഗരറ്റ് കുറ്റീനെ ഒരു സിഗരറ്റ് ആക്കി വലിക്കുന്ന ആളാണ് മക്കളെ. 5 സിഗരറ്റ് കുറ്റീനെ ഒരു സിഗരറ്റ് ആക്കി വലിക്കുന്ന ആളാണെങ്കിൽ ഇയാൾക്ക് ഈ 125 സിഗരറ്റ് കുറ്റി കൊണ്ട് എത്ര സിഗരറ്റ് ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിക്കാം, അല്ലേ? ഒരു സിഗരറ്റ് കുറ്റി, 5 സിഗരറ്റ് കുറ്റി കൊണ്ട് ഒരു സിഗരറ്റ്. അപ്പൊ 125 സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് 125/5, അതായത് അയാൾക്ക് 25 സിഗരറ്റ് ഉണ്ടാക്കാം. 5 സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് ഒരു സിഗരറ്റ് ഉണ്ടാക്കും. അപ്പൊ 125 സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് 125/5 25 സിഗരറ്റ് ഉണ്ടാക്കും. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അയാൾക്ക് ഈ 25 സിഗരറ്റ് അങ്ങോട്ട് വലിക്കാം. ആണോ? 25 സിഗരറ്റ് വലിച്ചു കഴിയുമ്പം 25 കുറ്റി ബാക്കി വരും. ആ 25 കുറ്റി ഉപയോഗിച്ച് വീണ്ടും 25/5 5 സിഗരറ്റ് അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ശരിയാണോ? വീണ്ടും ഈ 5 സിഗരറ്റ് അങ്ങ് വലിക്കാം. അപ്പൊ 5 കുറ്റി ബാക്കി വരും. അതുപയോഗിച്ച് വീണ്ടും ഒരു സിഗരറ്റും കൂടെ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതും വലിക്കാം. അപ്പൊ ആകെ എത്ര സിഗരറ്റ് വലിക്കാം എന്ന് ചോദിച്ചാൽ ആദ്യം ഒരു 25, പിന്നെ ഒരു 5, പിന്നെ ഒരു 1. ആൻസർ 31 സിഗരറ്റുകൾ ആകെ വലിക്കാൻ കഴിയും. അപ്പൊ 5 സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് ഒരു സിഗരറ്റ് ആക്കി വലിക്കുന്ന ഒരാൾക്ക് 125 സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് എത്ര സിഗരറ്റ് വലിക്കാം എന്ന് ചോദിച്ചാൽ ആൻസർ 31 ആണ്. ഇതേ ചോദ്യം പല രീതിയിൽ ചോദിക്കുകയെ. 5 സോപ്പ് കവർ കൊടുത്താൽ ഒരു സോപ്പ് കിട്ടും എങ്കിൽ 125 സോപ്പിന്റെ കവറുകൾ ഉപയോഗിച്ച് ആകെ എത്ര സോപ്പ് വാങ്ങാം? കണ്ടോ? അപ്പൊ 125 സോപ്പ് കവർ ഉപയോഗിച്ച് 5 25 സോപ്പ് വാങ്ങണം. ആ 25 എണ്ണത്തിന്റെ കവർ ഊരി കൊടുത്താൽ വീണ്ടും 5 സോപ്പ് വാങ്ങണം. ആ 5 എണ്ണത്തിന്റെ കവർ ഊരി കൊടുത്താൽ വീണ്ടും ഒരു സോപ്പും കൂടെ കിട്ടും. ഈ സെയിം പാറ്റേൺ. അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ മക്കളെ. എന്റെ പേര് രാഹുൽ. എനിക്ക് തുല്യ എണ്ണം സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. എൻ്റെ സഹോദരിക്ക്
അവളുടെ സഹോദരിമാരുടെ ഇരട്ടി സഹോദരന്മാരുണ്ട് എങ്കിൽ ഞങ്ങൾ ആകെ എത്ര പേർ? എന്റെ ദൈവമേ, ഒന്നൊന്നര ചോദ്യമാണല്ലോ. എന്റെ പേര് രാഹുൽ. എനിക്ക് തുല്യ എണ്ണം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. ഓക്കെ. എന്റെ സഹോദരിക്ക് അവളുടെ സഹോദരിമാരുടെ ഇരട്ടി സഹോദരന്മാരുണ്ട് എങ്കിൽ ഞങ്ങൾ ആകെ എത്ര പേർ? മക്കളെ, എന്റെ പേര് രാഹുൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഒരാള് രാഹുൽ. എനിക്ക് തുല്യ എണ്ണം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സഹോദരിയും ഒരു സഹോദരനും ആവാം. അങ്ങനെയാണെങ്കിൽ ആകെ 3 ആളുകൾ വരും. തുല്യ എണ്ണം. എന്റെ പേര് രാഹുൽ. അപ്പൊ ഞാൻ ഒരാൾ. എനിക്ക് തുല്യ എണ്ണം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സഹോദരനും ഒരു സഹോദരിയാവാം. അപ്പൊ ആകെ 3 പേര്. അല്ലെങ്കിൽ അടുത്ത സാധ്യത, എന്റെ പേര് രാഹുൽ. എനിക്ക് 2 സഹോദരിമാരും 2 സഹോദരന്മാരും ആവാം. അങ്ങനെയാണെങ്കിൽ ആകെ എണ്ണം 5 വരും. ഇനി അല്ലെങ്കിൽ ഞാൻ രാഹുൽ, എനിക്ക് 3 സഹോദരിമാരും 3 സഹോദരന്മാരും ആവാം. അങ്ങനെയാണെങ്കിൽ ആകെ എണ്ണം 7 വരും അല്ലെ. അല്ലെങ്കിൽ ഞാൻ രാഹുൽ, എനിക്ക് 4 സഹോദരന്മാരും 4 സഹോദരിമാരും വരാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആകെ എണ്ണം 9 വരും. അപ്പൊ ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും ഇവര് പറഞ്ഞേക്കുന്ന എണ്ണം. അതില് ഓപ്ഷനിൽ ഏതില്ല? 3 ഇല്ല. ഓപ്ഷനിൽ 5 ഇല്ല. ഓപ്ഷനിൽ 7 മുതലാണ് തുടങ്ങുന്നത്. 7 ഉണ്ട്, 9 ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ 7 വെച്ച് നമുക്ക് ഇവർ പറഞ്ഞ കണ്ടീഷൻ ശരിയാണോ ആകുമോ എന്ന് നോക്കാം. അപ്പൊ ഞാൻ ഈ 3ഉം 5ഉം 7ഉം 9ഉം എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഒരാള് ഞാൻ രാഹുൽ, എനിക്ക് തുല്യ എണ്ണം സഹോദരനും തുല്യ എണ്ണം സഹോദരിയും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സഹോദരനും ഒരു സഹോദരിയാവാം അല്ലെ. അപ്പൊ ഞാനും ഒരു സഹോദരനും ഒരു സഹോദരിയും കൂട്ടി ആകെ 3 ആണ് ഉത്തരം വരാൻ സാധ്യത. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ രാഹുൽ, എനിക്ക് 2 സഹോദരന്മാരും 2 സഹോദരിമാരും വരാം. തുല്യ എണ്ണം സഹോദരന്മാരും തുല്യ എണ്ണം സഹോദരിമാരും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആകെ എണ്ണം 5 വരാം. അല്ലെങ്കിൽ ഞാൻ രാഹുൽ, എനിക്ക് 3 സഹോദരന്മാരും 3 സഹോദരിമാരും ആവാം. ആണോ? അപ്പൊ ആകെ എണ്ണം 7 ആവാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ആകെ എണ്ണം 9 ആകാം. ഓപ്ഷനിൽ 3ഉം 5ഉം ഇല്ല, 7 മുതലാണ്. അപ്പൊ 7 വെച്ച് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവരാകെ 7 പേരുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഒരാൾ ഞാൻ രാഹുൽ, എനിക്ക് 2 സഹോദരന്മാരും 2 സഹോദരിമാരും ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ 3 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ട്. 7 ആവണമെങ്കിൽ 3ഉം 3ഉം വെച്ചെടുക്കണം. ഓക്കെ. അപ്പം 3 സഹോദരിമാര്, സഹോദരി 1, സഹോദരി 2, സഹോദരി 3. ഇനി സഹോദരൻ 1, സഹോദരൻ 2, സഹോദരൻ 3. കണ്ടോ? ഇങ്ങനെയാണ് 7 ആവാൻ സാധ്യത അല്ലേ. അപ്പം ഒരാള് രാഹുൽ, ഞാനാണ് രാഹുൽ, എനിക്ക് തുല്യ എണ്ണം സഹോദരന്മാരും തുല്യ എണ്ണം സഹോദരിമാരും ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ 3 സഹോദരി എന്നും 3 സഹോദരൻ എന്നും എടുത്തു. ഓക്കെ. അപ്പൊ ആകെ 7. ഇനി പറയുന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട്. എന്റെ സഹോദരിക്ക് അവളുടെ സഹോദരിമാരുടെ ഇരട്ടി സഹോദരന്മാരുണ്ട്. എന്റെ ഒരു സഹോദരിക്ക് അവളുടെ സഹോദരിമാരുടെ ഇരട്ടി സഹോദരന്മാരുണ്ട്. ഓക്കെ. എന്റെ സഹോദരിക്ക് ഈ സഹോദരിയുടെ കാര്യം എടുക്കാം. അവളുടെ സഹോദരിമാരുടെ, അവക്ക് 2 സഹോദരിമാരുണ്ട്, ഇരട്ടി സഹോദരന്മാരുണ്ട്. ഇരട്ടി സഹോദരന്മാരുണ്ട്. ശരിയായില്ലേ? ഞാനും അവളുടെ ഒരു സഹോദരനായിട്ട് വരുമല്ലോ. അപ്പൊ നോക്കിയേ, എന്റെ സഹോദരിക്ക് ഈ ആദ്യത്തെ സഹോദരിയെ കൺസിഡർ ചെയ്തു. അവളുടെ സഹോദരിമാരുടെ, അവക്ക് 2 സഹോദരിമാരുണ്ട്. ആകെ 3 സഹോദരിമാരാ, 3 സ്ത്രീകളാ. അപ്പം ഈ ഒരു സഹോദരിക്ക് 2 സഹോദരിമാരുണ്ട്, ഇരട്ടി സഹോദരന്മാരുണ്ട്. കണ്ടോ? 2ന്റെ ഇരട്ടി സഹോദരന്മാരുണ്ട്. അപ്പം ആകെ എണ്ണം എത്ര വന്നാലാണ് ഈ പറഞ്ഞ കണ്ടീഷൻ ശരിയാകുന്നത്? ആകെ എണ്ണം 7 വന്നാലാണ് ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ശരിയാകുന്നതായിട്ട് മനസ്സിലാകുന്നത്. ഒന്നുകൂടെ പറയട്ടെ. ചോദ്യം, എന്റെ പേര് രാഹുൽ, എനിക്ക് തുല്യ എണ്ണം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദരിക്ക് അവളുടെ സഹോദരിമാരുടെ ഇരട്ടി സഹോദരന്മാരുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആകെ എത്ര പേരെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം എനിക്കറിയാം ഈ ആകെ എണ്ണം ഇപ്പോഴും ഒരൊറ്റ സംഖ്യയായിരിക്കും. 3, 5, 7, 9. കാരണം ഞാൻ ഒരാൾ രാഹുൽ, എനിക്ക് ഒരു സഹോദരി ഒരു സഹോദരനും വരാം. തുല്യ എണ്ണം ആയാൽ മതി. അപ്പൊ ആകെ 3. അല്ലെ 2 സഹോദരനും 2 സഹോദരിയും വരാം. അപ്പൊ ആകെ 5. അല്ലെ 3 സഹോദരനും 3 സഹോദരിയും വരാം. അപ്പൊ ആകെ 7. അല്ലെങ്കിൽ 4 സഹോദരനും 4 സഹോദരിയും വരാം. അപ്പൊ ആകെ 9. അപ്പൊ ഇതിലേത് വേണമെങ്കിലും ആവാം.
ഓപ്ഷനിൽ 3ഉം 5ഉം ഇല്ലാത്തതുകൊണ്ട് 7 തൊട്ടാ തുടങ്ങുന്നത്, 7 വെച്ച് ചെയ്തു. ആകെ 7 പേരാണെങ്കിൽ ഞാൻ ഒരാൾ രാഹുൽ, എനിക്ക് 3 സഹോദരി 3 സഹോദരൻ, അങ്ങനെയാണല്ലോ ആകെ 7 വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എൻ്റെ സഹോദരിക്ക്. അപ്പം ഒരു സഹോദരനെ കൺസിഡർ ചെയ്തു, ഈ സഹോദരിനെ. അവളുടെ സഹോദരിമാരുടെ, അവക്ക് 2 സഹോദരിമാരെ വരുള്ളൂ. ഇരട്ടി സഹോദരന്മാരുണ്ട്. ഇരട്ടി എന്ന് പറയുമ്പോൾ 4 സഹോദരന്മാർ. ശരിയാണ്, ഞാനും ഒരു സഹോദരനാണല്ലോ, അപ്പൊ ആകെ 4 സഹോദരൻ. അപ്പൊ ആ കണ്ടീഷൻ 7 എടുക്കുമ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പൊ ആൻസർ 7. വൈകിട്ട് 5 മണിക്ക് ഒരു മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ നിഴൽ അയാളുടെ ഇടതുവശത്തേക്കാണെങ്കിൽ അയാൾ ഏത് ദിക്കിലേക്കാണ് നോക്കുന്നത്? ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് 4 ഡയറക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം അല്ലേ. മുകൾ വശം വടക്ക് നോർത്ത്, താഴ്വശം തെക്ക് ആണോ, ഈ സൈഡ് കിഴക്ക്, ഈ സൈഡ് പടിഞ്ഞാറ്. വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്, ഇതറിയാം നമുക്ക് അല്ലേ. ഇനി കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ തെക്കാണ്, തെക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ പടിഞ്ഞാറാണ്, പടിഞ്ഞാറ് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ വടക്കാണ്, വടക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ കിഴക്കാണ്. ഇതാണ് ക്ലോക്ക് വൈസ് ഓർഡർ അല്ലേ. അതായത് കിഴക്ക് നിന്ന് 90 ഡിഗ്രി മാറി ക്ലോക്ക് വൈസ് എപ്പോഴും തെക്കായിരിക്കും, തെക്ക് നിന്ന് 90 ഡിഗ്രി മാറി ക്ലോക്ക് വൈസ് എപ്പോഴും പടിഞ്ഞാറായിരിക്കും, പടിഞ്ഞാറ് നിന്ന് 90 ഡിഗ്രി മാറി ക്ലോക്ക് വൈസ് എപ്പോഴും വടക്കായിരിക്കും. അതൊന്ന് അവിടെ നിൽക്കട്ടെ. ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. വൈകിട്ട് 5 മണിക്ക് ഒരു മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളെന്നാ പറഞ്ഞേക്കുന്നത്. മക്കളെ, ഞാനൊരു മരം വരച്ചു. ഇതാണ് നമ്മുടെ മരം. ഈ മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ കാര്യമാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേ മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളെ ഞാൻ വരച്ചു. മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളെ ഞാൻ വരച്ചു. അയാളുടെ നിഴല് അയാളുടെ ഇടതുവശത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഇതേ മരം വരച്ചു, മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആളെ ഇങ്ങനെ വരച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആളെ ഇങ്ങനെ വരയ്ക്കാൻ മേലെ? പറ്റും. ഇങ്ങനെ വരയ്ക്കാൻ മേലെ? അതും പറ്റും. ഇങ്ങനെ വരയ്ക്കാൻ മേലെ? അതും പറ്റും. ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കുക. ഞാൻ മരം വരച്ചിട്ട് മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആളെ ഇങ്ങനെ വരച്ചു. ഇത്രയും ക്ലിയർ ആണോ? ഇനി അങ്ങനെ നിൽക്കുന്ന ആളുടെ നിഴല് അയാളുടെ ഇടതുവശത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഇയാളുടെ ഇടതുവശം എന്ന് പറഞ്ഞാൽ ഇതാ ആണോ? നിഴൽ ഇടതുവശത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അയാളുടെ നിഴല് ഇങ്ങോട്ട് പോയി എന്ന അർത്ഥം. നിഴൽ ഇടത്തോട്ട് പോയെന്ന് പറഞ്ഞാൽ നിഴല് അയാളുടെ ഇടത് സൈഡ്, ഇതാണ് നിഴൽ ഇടത്തോട്ട് പോയി അല്ലെ. അപ്പൊ ഒരാൾ മരത്തേലേക്ക് നോക്കി നിൽക്കുന്നു, അയാളുടെ നിഴൽ അയാളുടെ ഇടത്തോട്ട് പോയി. നമുക്കറിയാം ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന അയാളുടെ ഇടതുവശം ഇതാ, നിഴൽ ഇടത്തോട്ട് പോയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയെന്ന്. ശരി, ഇനി നമുക്കറിയാം ഈ നിഴല് ഇടത്തോട്ട് പോകണമെങ്കിൽ മക്കളെ സൂര്യൻ വലത്തായിരിക്കണം. സൂര്യൻ വലത്താണെങ്കിൽ മാത്രമേ നിഴല് ഇടത്തോട്ട് പോവുള്ളൂ. കാരണം എപ്പോഴും വലത്ത് വെട്ടം അടിക്കുന്നതിന് ഓപ്പോസിറ്റ് ആണ് നിഴൽ പോകുന്നത്. എൻ്റെ ഈ സൈഡിൽ നിന്ന് വെട്ടം അടിച്ച് എൻ്റെ നിഴൽ ഇങ്ങോട്ട് പോകും, എൻ്റെ മുന്നിൽ നിന്ന് വെട്ടം അടിച്ച് എൻ്റെ നിഴൽ പുറകോട്ട് പോകും. ആണോ? എപ്പോഴും വെട്ടം അടിക്കുന്നതിന് ഓപ്പോസിറ്റ് നിഴൽ പോകും. അപ്പൊ നിഴൽ ഇടത്തോട്ട് പോയെന്ന് പറഞ്ഞാൽ സൂര്യൻ വലത്താണെന്ന് അർത്ഥം. ഇത്ര ഓക്കെ ആണോ? ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ. ഒന്ന് പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് വൈകിട്ട് 5 മണി സമയമാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് 5 മണി സമയമാണെന്ന് ചോദ്യത്തിലുണ്ട്. ആണോ? വൈകിട്ട് 5 മണി സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, വൈകിട്ട് 5 മണിക്ക് സൂര്യൻ പടിഞ്ഞാറാണ്. ആണോ? അപ്പം വൈകിട്ട് 5 മണിക്ക് എന്നാണ് ചോദ്യം തുടങ്ങിയേക്കുന്നത്. അപ്പം നമ്മൾ വരച്ചത് വെച്ച് സൂര്യൻ ഇവിടെയാണ്, അപ്പൊ ഈ വശം പടിഞ്ഞാറാവണം. സൂര്യൻ എവിടെയാണോ അതാണ് പടിഞ്ഞാറ്. പടിഞ്ഞാറ് കിട്ടിയാൽ പടിഞ്ഞാറിന് ഓപ്പോസിറ്റ് ആണ് ഏത്? കിഴക്ക് അല്ലേ. പടിഞ്ഞാറും കിഴക്കും കിട്ടി. കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും ഏതാ? ഇത് നോക്കിക്കേ, കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും തെക്ക. അങ്ങനെയാണെങ്കിൽ മുകൾ വശം തെക്കായിരിക്കണം. തെക്കിന് ഓപ്പോസിറ്റ് എപ്പോഴും വടക്കായിരിക്കണം. കണ്ടോ? 4 ഡയറക്ഷൻസും കിട്ടി. ഇനി ചോദ്യം അയാൾ എങ്ങോട്ട് നോക്കുന്നു എന്നുള്ളതാണ്. അയാൾ നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ടാണ്, ഇത് തെക്കാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ മക്കളെ ഓപ്ഷൻ സി, തെക്ക് എന്നാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചെയ്തെടുക്കുന്നത്. ചെയ്തത് ക്ലിയർ ആണോ? ആണോ? പക്കയാണോ ചെയ്തത്? ഇതാണ് സംഭവം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഡയറക്ഷന്റെ ഒരു ക്രമം പഠിക്കണം. അതായത് മുകളിൽ വടക്ക്, താഴെ തെക്ക്, ഈ സൈഡ് കിഴക്ക്, ഈ സൈഡ് പടിഞ്ഞാറ്. ഇത്രയും നമുക്കറിയാം.
ഇനി മനസ്സിലാക്കുക, കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും തെക്കും, തെക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും പടിഞ്ഞാറും, പടിഞ്ഞാറ് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും വടക്കും, വടക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും കിഴക്കുമായിരിക്കും. ഇത്ര ഓക്കെ ആണോ മക്കളെ? ആണ്. ഇനി ശ്രദ്ധിച്ചേ, വൈകിട്ട് 5 മണിക്ക് ഒരു മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളെന്നല്ലേ, അപ്പൊ നമുക്ക് മരം ഇവിടെ വരയ്ക്കാം, മരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആളെ ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ ആണോ? മരവും മരത്തിന് അഭിമുഖമായി നിൽക്കുന്നു. ഇയാളുടെ നിഴല് അയാളുടെ ഇടതുവശത്തേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിഴല് അയാളുടെ ഇടതുവശത്തേക്ക് പോയി. ആണോ? നിഴൽ ഇടത്തോട്ട് പോയെങ്കിൽ ഉറപ്പായിട്ടും സൂര്യൻ വലത്തായിരിക്കും. കാരണം വെട്ടം അടിക്കുന്നതിന് ഓപ്പോസിറ്റ് നിഴൽ പോകുന്നത്. ഇനി വൈകിട്ട് 5 മണി ആയതുകൊണ്ട് സൂര്യൻ നിൽക്കുന്ന സ്ഥലം പടിഞ്ഞാറായിരിക്കും. അപ്പൊ ഇത് പടിഞ്ഞാറ്, അതിന് ഓപ്പോസിറ്റ് കിഴക്ക്. കിഴക്ക് നിന്ന് ക്ലോക്ക് കറങ്ങുന്ന ദിശയിൽ തെക്കേ വരത്തുള്ളൂ. കണ്ടോ? കിഴക്ക് നിന്ന് ക്ലോക്ക് കറങ്ങുന്ന ദിശയിൽ തെക്കായിരിക്കും. അപ്പൊ ഇത് തെക്കിന് ഓപ്പോസിറ്റ് വടക്ക്. അയാൾ നോക്കി നിൽക്കുന്നത് തെക്കോട്ട്. റെഡിയല്ലേ? ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. യെസ്. ഒരു വീടിന് 5 വാതിൽ, കയറിയ വാതിലിൽ കൂടി ഇറങ്ങാൻ കഴിയില്ല എങ്കിൽ എത്ര വിധത്തിൽ കയറി ഇറങ്ങാം? ഓക്കെ, ഒരു വീടിന് എത്ര വാതിലുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? 2, 3, 4, 5 വാതിലുണ്ട്. ഒരു വീടിന് 5 വാതിലുണ്ട്. കയറുന്ന വാതിലിൽ കൂടെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. എങ്കിൽ എത്ര വിധത്തിൽ കയറി ഇറങ്ങാം എന്നാണ് ചോദ്യം. മക്കളെ ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ വാതിലിൽ കൂടെ കയറിയാൽ നമുക്കറിയാം ഇതിലേ ഇറങ്ങാം, ഇതിലേ ഇറങ്ങാം, ഇതിലേ ഇറങ്ങാം, ഇതിലേ ഇറങ്ങാം. അപ്പൊ ഒന്നാമത്തെ വാതിലൂടെ കയറിയാൽ 4 വിധത്തിൽ തിരിച്ചിറങ്ങാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ വാതിലിൽ കൂടെ കയറിയാലും 4 വിധത്തിൽ ഇറങ്ങാം. കയറിയ വാതിലിൽ കൂടെ തന്നെ ഇറങ്ങത്തില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇറങ്ങാം, ഇതിലേ ഇറങ്ങാം, ഇതിലേ ഇറങ്ങാം, ഇതിലേ ഇറങ്ങാം. ശരിയാണോ? മൂന്നാമത്തെ വാതിലിൽ കൂടെ കയറിയാലും 4 വിധത്തിൽ ഇറങ്ങാം. 4ാമത്തെ വാതിലിൽ കൂടെ കയറിയാലും 4 വിധത്തിൽ ഇറങ്ങി വരാം. 5ാമത്തെ വാതിലിൽ കൂടെ കയറിയാലും 4 വിധത്തിൽ ഇറങ്ങാം. അപ്പൊ ആകെ എത്ര വിധത്തിൽ കയറി ഇറങ്ങാന്ന് ചോദിച്ചാൽ 20 വിധത്തിൽ കയറി ഇറങ്ങാൻ കഴിയും. അതായത് കയറിയ വാതിലിൽ കൂടെ മാത്രം ഇറങ്ങാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ വാതിലിൽ കൂടെ കയറിയാൽ 4 വിധത്തിൽ ഇറങ്ങി വരാം. രണ്ടാമത്തെ വാതിലിൽ കയറിയാൽ അതേ കൂടെ തന്നെ ഇറങ്ങാൻ പറ്റില്ല, ബാക്കി 4 കൂടെ ഇറങ്ങാം. അപ്പൊ ഓരോ വാതിലിൽ കൂടെ കയറുമ്പോൾ 4 വിധത്തിൽ ഇറങ്ങാൻ കഴിയും. അപ്പൊ 4 20 വിധത്തിൽ കയറി ഇറങ്ങാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരാൾ 40 മിനിറ്റ് നടന്നാൽ 20 മിനിറ്റ് വിശ്രമിക്കും എങ്കിൽ 4 മണിക്കൂർ 30 മിനിറ്റ് സമയത്തിൽ എത്ര സമയം അയാൾ നടക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നാണ്. അപ്പൊ ഇയാളുടെ രീതി 40 മിനിറ്റ് നടക്കും എന്നിട്ട് 20 മിനിറ്റ് വിശ്രമിക്കും. ഇങ്ങനെ ഒരു ശൈലിയുള്ള ഒരാളാണ്. 4.5 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 4.5 മണിക്കൂർ കൊണ്ട് എത്ര സമയം അയാൾ നടക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യം. മകളെ സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. എങ്ങനെയാ ചെയ്യണേ? അതായത് 40 മിനിറ്റ് നടന്നാൽ ഇയാൾ എന്ത് ചെയ്യും? 20 മിനിറ്റ് വിശ്രമിക്കും. ആണോ? അപ്പൊ അയാൾ നടക്കാൻ തുടങ്ങി. ആദ്യം 40 മിനിറ്റ് നടന്നു, 20 മിനിറ്റ് വിശ്രമിച്ചു. ഇപ്പൊ ആകെ 1 മണിക്കൂറായി. ശരിയല്ലേ? ആയി. വീണ്ടും 40 മിനിറ്റ് അയാൾ നടക്കുന്നു, അയാൾ 20 മിനിറ്റ് വിശ്രമിക്കുന്നു. അപ്പൊ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ആകെ 2 മണിക്കൂറായി. ശരിയല്ലേ? വീണ്ടും അയാൾ 40 മിനിറ്റ് നടക്കുന്നു, 20 മിനിറ്റ് വിശ്രമിക്കുന്നു, 20 മിനിറ്റ് വിശ്രമിക്കുന്നു. വീണ്ടും 1 മണിക്കൂറും കൂടെ കഴിഞ്ഞു. അപ്പൊ ആകെ 3 മണിക്കൂറായിട്ടുണ്ട്. ശരിയല്ലേ മക്കളെ? വീണ്ടും അയാൾ 40 മിനിറ്റ് നടക്കുന്നു, അയാൾ 20 മിനിറ്റ് വിശ്രമിക്കുന്നു. ശരിയാണോ? അപ്പൊ വീണ്ടും 1 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആകെ ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഇനി അയാൾക്ക് 4.5 മണിക്കൂറല്ലേ സമയമുള്ളൂ. അപ്പൊ ഇനിയുള്ള 30 മിനിറ്റ്, 4 മണിക്കൂർ കഴിഞ്ഞ് ഇനി 30 മിനിറ്റ് ഉള്ളൂ. ഈ 30 മിനിറ്റ് നടന്നു കഴിയുമ്പോഴത്തേക്കും സമയം തീരും അല്ലേ? അപ്പൊ ആകെ എത്ര സമയം നടക്കാൻ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ലേ അയാൾ നടക്കാൻ ഉപയോഗിച്ച സമയം? 40 + 40 + 40 + 40 + 30, അതായത് 190 മിനിറ്റോളം സമയം അയാൾ നടക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 190 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് 3 മണിക്കൂർ അല്ലേ? 3 മണിക്കൂർ
10 മിനിറ്റ് സമയം, 3 മണിക്കൂർ 10 മിനിറ്റ് സമയം അയാൾ എന്ത് ചെയ്തു? നടക്കാനായിട്ട് ഉപയോഗിച്ചു. 3 മണിക്കൂർ 10 മിനിറ്റ് സമയം. 190 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 10 മിനിറ്റാ. 3 മണിക്കൂർ 10 മിനിറ്റ് സമയം. ക്ലിയർ അല്ലേ മക്കളെ? 40 മിനിറ്റ് നടന്നാൽ 20 മിനിറ്റ് വിശ്രമിക്കുന്ന ഒരാൾ. അപ്പൊ അയാൾ നടക്കാൻ തുടങ്ങി, 40 മിനിറ്റ് നടന്നു, 20 മിനിറ്റ് വിശ്രമിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 40 മിനിറ്റ് നടന്നു, 20 മിനിറ്റ് വിശ്രമിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 40 മിനിറ്റ് നടന്നു, 20 മിനിറ്റ് വിശ്രമിച്ചു. 3 മണിക്കൂർ കഴിഞ്ഞു, വീണ്ടും 40 മിനിറ്റ് നടന്നു, 20 മിനിറ്റ് വിശ്രമിച്ചു. 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി 30 മിനിറ്റും കൂടെ ഉള്ളൂ. ആ 30 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ സമയം തീരും. അപ്പം ഇതാണ് നടക്കാൻ ഉപയോഗിച്ച സമയം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 190 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറും 10 മിനിറ്റും നടക്കാനായിട്ട് ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. ചെയ്തത് ക്ലിയർ അല്ലേ? വണ്ടി മുന്നോട്ട് പോകട്ടെ. ഒരു ലിഫ്റ്റിൽ 12 പുരുഷന്മാരെയോ അല്ലെങ്കിൽ 20 കുട്ടികളെയോ മാത്രമേ കയറ്റാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ 15 കുട്ടികളോടൊപ്പം എത്ര പുരുഷന്മാരെ ലിഫ്റ്റിൽ കയറ്റാം? മക്കളെ, ഒരു ലിഫ്റ്റിൽ ഒന്നെങ്കിൽ 12 പുരുഷന്മാരെ കയറ്റാം, അല്ലെങ്കിൽ 20 കുട്ടികളെ കയറ്റാം. അപ്പൊ അതിന്റെ അർത്ഥം 12 പുരുഷന്മാർക്ക് തുല്യമാണ് 20 കുട്ടികളുടെ വെയിറ്റ് എന്നല്ലേ? ഒന്നെങ്കിൽ 12 പുരുഷന്മാരെ കയറ്റാം, കുട്ടികളാണെങ്കിൽ 20 കുട്ടികളെ കയറ്റാം. ഇതിന്റെ അർത്ഥം 12 പുരുഷന്മാരുടെ വെയിറ്റിന് തുല്യമാണ് 20 കുട്ടികളുടെ വെയിറ്റ് എന്നല്ലേ? ആണോ? അപ്പൊ ഒരു ലിഫ്റ്റില് പുരുഷന്മാരെ, വലിയ ആളുകളെയാണ് കയറ്റുന്നെങ്കിൽ 12 പേരെ കയറ്റാൻ പറ്റുള്ളൂ. കുട്ടികളെയാണ് ലിഫ്റ്റിൽ കയറ്റുന്നെങ്കിൽ 20 പേരെ കയറ്റാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 12 പുരുഷന്മാരുടെ വെയിറ്റിന് തുല്യം 20 കുട്ടികളുടെ വെയിറ്റ് ആണെന്ന്. അപ്പൊ 12 പുരുഷന്മാർക്ക് തുല്യമാണ് 20 കുട്ടികൾ എന്ന് എടുക്കാം. എങ്കിൽ മനസ്സിലാക്കാം, 3 പുരുഷന് തുല്യമാണ് 5 കുട്ടികൾ അല്ലെ? കാരണം ഈ 12നെയും ഈ 20നെയും നമുക്ക് 4 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 3m = 5c എന്ന് കിട്ടും. 3 പുരുഷന് തുല്യമാണ് 5 കുട്ടികളുടെ വെയിറ്റ്. ഈ ഒരു റിലേഷൻ അവിടെ നിൽക്കട്ടെ. ഇത്രയൊക്കെ അല്ലേ? ഇനി ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയേ. നമ്മുടെ ലിഫ്റ്റ് ആണ് ഇതൊന്ന് വിചാരിക്കുക. ലിഫ്റ്റിൽ ഓൾറെഡി 15 കുട്ടികൾ കയറിയിട്ടുണ്ട്. ഈ കുട്ടികളോടൊപ്പം എത്ര പുരുഷന്മാരെ കൂടെ ആ ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ചോദ്യം. ഓൾറെഡി ലിഫ്റ്റിൽ 15 കുട്ടികളുണ്ട്. ഓക്കെ, ഈ കുട്ടികളുടെ കൂടെ എത്ര പുരുഷന്മാരെ കൂടെ ലിഫ്റ്റിൽ കൊണ്ടുപോകാം എന്നതാണ് ചോദ്യം. ഓൾറെഡി 15 കുട്ടികളുണ്ട്, അതിൻ്റെ കൂടെ എത്ര പുരുഷന്മാരെ കൂടെ ലിഫ്റ്റിൽ കൊണ്ടുപോകാം എന്നാണ്. എനിക്കറിയാം ആകെ കൊണ്ടുപോകാൻ പറ്റുന്നത് 20 കുട്ടികളാണ് ലിഫ്റ്റിൽ. ഓൾറെഡി 15 കുട്ടികളായി. ഇനി 5 കുട്ടികൾക്കും കൂടെ കയറാനുള്ള സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ കുട്ടികളെ കൊണ്ടുപോകുന്ന കാര്യമല്ല ചോദിച്ചേക്കുന്നത്, എത്ര പുരുഷന്മാരെ കൊണ്ടുപോകാമെന്ന്. അപ്പൊ 5 കുട്ടികൾക്ക് തുല്യമായിട്ടുള്ള വെയിറ്റ് ഉള്ള പുരുഷന്മാരെ കൊണ്ടുപോകാം. എനിക്കറിയാം 5 കുട്ടികൾക്ക് തുല്യം 3 പുരുഷന്മാരാ. അപ്പം 3 പുരുഷന്മാരെ കൊണ്ടുപോകാം എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 3 പുരുഷന്മാർ. ചെയ്തത് ക്ലിയർ ആണോ? നല്ല ചോദ്യമാണേ. ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരു ലിഫ്റ്റിൽ ഒന്നെങ്കിൽ 12 പുരുഷന്മാരെയോ അല്ലെങ്കിൽ 20 കുട്ടികളെയോ കയറ്റാൻ സാധിക്കുള്ളൂ. അതിന്റെ അർത്ഥം 12 പുരുഷന്മാർക്ക് തുല്യമാണ് 20 കുട്ടികൾ എന്നതാണ്. ഒരു ലിഫ്റ്റിൽ 12 പുരുഷന്മാരെയോ അല്ലെങ്കിൽ 20 കുട്ടികളെയോ കയറ്റാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ 12 പുരുഷന്മാർക്ക് തുല്യമാണ് 20 കുട്ടികൾ എന്നാണ്. വെട്ടിച്ചെറുതാക്കുമ്പം ഇതും 4 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 3 പുരുഷന് തുല്യമാണ് 5 കുട്ടികൾ എന്ന് കിട്ടും. 3 പുരുഷന്റെ വെയിറ്റിന് തുല്യമാണ് 5 കുട്ടികളുടെ വെയിറ്റ്. ശരി, ഇനി ചോദ്യം, ലിഫ്റ്റിൽ ഓൾറെഡി 15 കുട്ടികളുണ്ട്, ഇവരുടെ കൂടെ എത്ര പുരുഷന്മാരെ കൂടെ ലിഫ്റ്റിൽ കയറ്റി വിടാമെന്ന. എനിക്കറിയാം ലിഫ്റ്റിൽ ആകെ 20 കുട്ടികളെയെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 കുട്ടികൾ ഓൾറെഡി ഉണ്ടെങ്കിൽ 5 കുട്ടികളെ ലിഫ്റ്റിൽ കയറ്റാൻ പറ്റും. കുട്ടികൾ വേണ്ട, എത്ര പുരുഷന്മാരെ കയറ്റാമെന്ന് ചോദിച്ചാൽ 5 കുട്ടികൾക്ക് തുല്യ വെയിറ്റ് ഉള്ള പുരുഷന്മാർ എത്രയാണോ അത്രയും പേരെ അവർക്ക് പകരം കയറ്റാം. എനിക്കറിയാം 5 കുട്ടിക്ക് പകരം തുല്യം 3 പുരുഷന്മാരാ. അപ്പൊ ഒരു 3 പുരുഷന്മാരെ കൂടെ ലിഫ്റ്റിൽ കയറ്റാം എന്ന് മനസ്സിലാക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത്, ഒരു അച്ഛനും അമ്മയ്ക്കും 2 ആൺമക്കളുണ്ട്. ഒരു അച്ഛനും അമ്മയ്ക്കും, അച്ഛനും അമ്മയ്ക്കും 2 ആൺമക്കളുണ്ട്. ഓക്കെ, 2 ആൺമക്കൾ. അപ്പൊ സൺ 1 സൺ 2 2 ആൺമക്കളുണ്ട്. ശരി,
ഓരോ ആൺകുട്ടിക്കും ഒരു സഹോദരി ഉണ്ട്. മക്കളെ, ഓരോ ആൺകുട്ടിക്കും ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് ഒരു ഡോട്ടർ ഉണ്ടെന്നല്ലേ അർത്ഥം, അല്ലേ? അല്ലാതെ രണ്ടുപേര് വരുമോ? ഓരോ ആൺകുട്ടിക്കും ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടർ ഉണ്ടെങ്കിൽ ശരിയാ, ഇവനും ഒരു സഹോദരി ഉണ്ട്, ഇവനും ഒരു സഹോദരി ഉണ്ടെന്നല്ലേ അർത്ഥം. ഇനി ചോദ്യം, എങ്കിൽ ആ വീട്ടിൽ ആകെ എത്ര ആളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ, അമ്മ, 3 മക്കൾ, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. സോ ആൻസർ 5 ആണ്. ഈ ഓരോ ആൺകുട്ടിക്കും ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് രണ്ടായിട്ട് എടുക്കരുത്. ഓരോ ആൺകുട്ടിക്കും ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സഹോദരി ആകെ ഉണ്ടെന്ന് അർത്ഥം, അല്ലേ? അപ്പൊ ആൻസർ 5 എന്നാണ് കിട്ടുന്നത്. ചെയ്തത് ക്ലിയർ ആണോ? ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള പേപ്പറിന് 10 രൂപ വിലയെങ്കിൽ 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള പേപ്പറിന് എത്ര രൂപ വേണ്ടി വരും? നല്ല ചോദ്യമാണ് മക്കളെ, ശ്രദ്ധിച്ച് കേട്ടേ. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും, 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള പേപ്പർ. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ എന്നർത്ഥം. 1 മീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള പേപ്പറിനാണ് 10 രൂപ. മക്കളെ, 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ വിസ്തീർണം എന്നാണ്, ഏരിയ. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള പേപ്പറിന് 1 മീറ്റർ സ്ക്വയർ വിസ്തീർണമുണ്ട്. 1 മീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ളതിനാണ് 10 രൂപ. ഇനി ചോദ്യം അടുത്തത്, 2 മീറ്റർ നീളവും 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള പേപ്പർ ആണോ? 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള പേപ്പറിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും? മക്കളെ, 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമാണെങ്കിൽ 4 മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വിസ്തീർണം. 2 × 2 അല്ലേ? അതായത് ഈ അകത്തെ അളവിനെയാണ് നമ്മൾ വിസ്തീർണം എന്ന് പറയും, ആണോ? അപ്പം 1 മീറ്റർ സ്ക്വയർ വിസ്തീർണം ഉള്ളതിന് 10 രൂപയാണെങ്കിൽ 4 മീറ്റർ സ്ക്വയർ വിസ്തീർണം ഉള്ളതിന് 4 × 10 നമുക്ക് 40 രൂപ കൊടുക്കേണ്ടി വരും. ആൻസർ 40 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 40 രൂപ. ഇവിടെ സൈഡിന്റെ അളവ് വെച്ചല്ല നമ്മൾ വില കണക്കാക്കുന്നത്, അതിന്റെ അകത്തെ അളവ്, ഏരിയനെ ബേസ് ചെയ്ത. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഉള്ളതിന് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട്. 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളതിനാണ് 10 രൂപ. 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും ആണെങ്കിൽ 4 മീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട്. 4 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളതിന് 4 × 10 40 രൂപ കൊടുക്കണം. 1 മീറ്റർ സ്ക്വയറിന് 10 രൂപ, 4 മീറ്റർ സ്ക്വയറിന് 40 രൂപ. റെഡി? ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുര പേപ്പറിന്റെ ഒരു മൂല വെട്ടിമാറ്റിയാൽ പിന്നെ എത്ര മൂലകൾ ഉണ്ടാകും? നമുക്ക് ആദ്യം ഒരു ചതുര പേപ്പർ വരയ്ക്കാം. മക്കളെ, ഇതാണ് നമ്മുടെ ചതുര പേപ്പർ. ഈ ചതുര പേപ്പറിന്റെ ഒരു മൂല വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞേക്കുന്നത്. മക്കളെ, ഒരു മൂല വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു മൂല വെട്ടിക്കളയുന്നത്. ഇങ്ങനെ ഒരു മൂല വെട്ടിക്കളഞ്ഞാൽ പിന്നെ എത്ര മൂലകൾ ഉണ്ടാകുമെന്നാണ് ചോദ്യം, അല്ലെ? ഒരു മൂല വെട്ടിക്കളഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറും. ശരിയാണോ മക്കളെ? ഒരു മൂല വെട്ടിക്കളഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറും. എന്നിട്ട് ചോദിക്കുവാണ് ഇതിന് എത്ര മൂലകളുണ്ട്. നമുക്കറിയാം, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. എത്ര മൂലകളുണ്ട്? 5 മൂലകളുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 5 മൂല. ഒരു മൂല വെട്ടിക്കളഞ്ഞാൽ ബാക്കി 5 മൂലകൾ വരും. റെഡിയല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇതുപോലെ കുറെ മെന്റൽ എബിലിറ്റി, ക്ലറിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ടാറ്റ.